RSS CPM കൂട്ടുകെട്ട് പരാമർശം വിവാദമാകുമ്പോൾ അല്പം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എം.വി. ഗോവിന്ദൻ തന്റെ പ്രസ്താവന ന്യായീകരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ജനതാ പാർട്ടിയുമായിട്ട് ഐക്യമുന്നണി ഉണ്ടാക്കിയത് ഈ ഉൾപ്പെടെയുള്ള ഈ UDF ആണ്. 1980 അന്നാണ് രാജഗോപാലൻ മത്സരിച്ചത് കാസർഗോഡ്, രാജഗോപാലൻ. അന്നാണ് KE മാരാർ മത്സരിച്ചത് കൂത്തുപറമ്പ്. അന്ന് കൂത്തുപറമ്പ് എന്നല്ല ആ നിയോജകമണ്ഡലത്തിൻ്റെ പേര്, പെരിങ്ങളം എന്നാണ്. ആ പെരിങ്ങളം നിയോജകമണ്ഡലത്തിലാണ് ഇന്നത്തെ നമ്മുടെ വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ് അവിടെ മത്സരിച്ചിരുന്നത്. അവിടെ ജയിച്ചു. രാജഗോപാലിനെതിരായിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് രാമണ്ണറയാണ്. രാമണ്ണറയെ ജയിച്ചു. ലീഗും കോൺഗ്രസും ചേർന്ന മുന്നണിയിലായിരുന്നു ഈ പറയുന്ന ജനതാ പാർട്ടി അന്നുണ്ടായിരുന്നത്. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിശക്തിയായ മുന്നേറ്റം വർഗീയതക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂരിൽ ഞാനെന്തോ പറഞ്ഞിരിക്കുന്നുവെന്ന് പച്ച കള്ളം അടിച്ചുവിടുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ ഓരോന്നിലും വന്ന മാറ്റങ്ങളും വിഗതികളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു ഘട്ടത്തിലും CPIM RSSുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. VV അരുൺ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, ഏത് തരത്തിലാണോ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രചാരണം തുടങ്ങിയത് അതേ തരത്തിലുള്ള വിവാദങ്ങളിലേക്കും പരാമർശങ്ങളിലേക്കും കടക്കുന്നു വോട്ടെടുപ്പിന് തലേന്നാൾ എന്നുകൂടി പറയേണ്ടതായി വരുന്നു. ആർക്കാണ് BJPയുമായിട്ട് ധാരണ, ഏത് തരത്തിലാണ് RSSുമായിട്ടുണ്ടായിരുന്ന ധാരണ അടക്കമുള്ള ചരിത്ര വിഷയങ്ങൾ പോലും എടുത്തുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്കൊക്കെ ഈ തലേ ദിവസം നീങ്ങുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? ഏത് തരത്തിലൊക്കെയാണ് മുന്നണികളുടെയൊക്കെ പ്രതികരണം? അപർണ, CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഇന്നലെ ഒരു മാധ്യമത്തിൽ നൽകിയ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ വിവാദമാകുന്നത്, ഒരു ഭാഗമാണ് വിവാദമാകുന്നത്. RSSുമായും ഞങ്ങൾ സഹകരിച്ചിരുന്നു എന്ന് M.V. ഗോവിന്ദൻ പറയുന്നു. അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ജനതാ പാർട്ടിയുമായുള്ള കൂട്ടുകെട്ടിനെയാണ് M.V. ഗോവിന്ദൻ പരാമർശിച്ചത്. പക്ഷേ അത് കോൺഗ്രസ് ഇപ്പോൾ ആയുധമാക്കുന്നത് RSSന്റെ വോട്ട് RSSുമായി സഹകരിച്ചു എന്ന് M.V. ഗോവിന്ദൻ പറയുന്നത് വെറുതെ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ഒരു പിഴയല്ല, അറിയാതെ വന്ന സംഭവം പറഞ്ഞു പോയതായല്ല കോൺഗ്രസ് കാണുന്നത്. മറിച്ച് BJP വോട്ടുകൾ ഇവിടെ CPMന് ലഭിക്കുമെന്ന് നേരത്തെ മുതൽ കോൺഗ്രസിന്റെ പ്രചരണമുണ്ട്. അവർക്കൊരു അത്ര ഒരു ആശങ്കയുമുണ്ട്. കാരണം BJP സജീവമായല്ല ഇവിടെ പ്രചരണരംഗത്തുണ്ടായത്. ആ വോട്ടുകൾ എങ്ങോട്ടേക്ക് പോകും എന്ന ഒരു ആശങ്ക കോൺഗ്രസിനുണ്ട്. ഇപ്പോൾ M.V. ഗോവിന്ദന്റെ ഈ പരാമർശം അതിലേക്കാണ് കോൺഗ്രസ് കൊണ്ടുപോകുന്നത്. കാരണം ഇവിടെ BJP വോട്ടുകൾ CPM ലഭിച്ചേക്കാം. അത് ലക്ഷ്യമിട്ടുകൊണ്ട് M.V. ഗോവിന്ദൻ പറഞ്ഞ ഒരു പ്രസ്താവനയായി, ഒരു നാവുപിഴയായല്ല കോൺഗ്രസ് ഇതിനെ കാണുന്നത്. മനഃപൂർവ്വം M.V. ഗോവിന്ദൻ പറഞ്ഞത് തന്നെയാണ് എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും അതുപോലെ സ്ഥാനാർത്ഥി M. സ്വരാജും ആ വാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ്. അടിയന്തരാവസ്ഥ സമയത്ത് എല്ലാ ജനാധിപത്യ പാർട്ടികളും അല്ലെങ്കിൽ സംഘടനകളും ഈ ഒരുമിച്ച് പ്രവർത്തിച്ചു. കോൺഗ്രസിനും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു അത്. ഒരു വർഗീയവാദിന്റെ വോട്ട് വേണ്ട നിലപാടിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്ന് CPM ആവർത്തിക്കുമ്പോഴും ഈ ഒരു പ്രസ്താവന കോൺഗ്രസ് ഇനിയുള്ള അവസാന മണിക്കൂറുകൾ ആയുധമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് കൂട്ടുകെട്ടാണ് CPM ഇവിടെ ഏറ്റവും അധികം ചർച്ചാ വിഷയമാക്കിയത്. അത് മതേതര വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് ഭിന്നിച്ച് അല്ലെങ്കിൽ അത് ഇടതുചേരിയിലേക്ക് വരാൻ ഇടയാക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതിനിടയിൽ കോൺഗ്രസിന് കിട്ടിയ ഒരു ആയുധമാണ് ഈ അവസാന മണിക്കൂറുകളുടെ M.V. ഗോവിന്ദന്റെ പരാമർശം. VV അരുൺ നൽകുന്നത് പച്ചയായ വർഗീയത പറഞ്ഞുകൊണ്ട് LDF വോട്ട് പിടിക്കുന്നു എന്നുള്ള. അരുൺ, ഇതിനകത്ത് BJPയുടെ പ്രചാരണം, NDAയുടെ പ്രചാരണം തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ വൈകിയ സമയം തൊട്ട് UDF ഉന്നയിക്കുന്ന കാര്യം പാലക്കാടും UDF ഉന്നയിച്ചതുപോലെ LDFും NDAയും തമ്മിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്, ഒരു CPM BJP ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് അടക്കം വീണ്ടും അത് ആരോപിക്കുന്നു. ഈ വോട്ടെടുപ്പിന്റെ തലേ ദിവസം വരെ ഈ തരത്തിലാണോ ആരോപണങ്ങൾ UDF മുറുകെ പിടിക്കുന്നത്? എന്ത് മറുപടിയാണ് NDA പാളയത്തിൽ നിന്നുണ്ടാകുന്നത്? ഇന്ന് രാവിലെ NDA സ്ഥാനാർത്ഥി കണ്ടിരുന്നു. അദ്ദേഹം പൂർണ്ണ വിജയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. NDA വോട്ടുകൾ ഒരിടത്തും ചോരില്ല, പകരം NDA വിജയിക്കുമെന്നൊരു പ്രതീക്ഷയാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ചോദ്യം രാവിലെയും പങ്കുവച്ചത്. അതിനപ്പുറത്തേക്ക് പ്രതികരണം നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ M.V. ഗോവിന്ദന്റെ ഒരു പരാമർശം അദ്ദേഹം രാവിലെ അതിനുശേഷം സ്വരാജ് നടത്തിയ ഈ ചരിത്രം, അതായത് എങ്ങനെയാണ് ഈ ജനസംഘവുമായി ഏത് സാഹചര്യത്തിലാണ് CPM കൂട്ടുചേരേണ്ടി വന്നത്, അല്ലെങ്കിൽ ജനസംഘം ഉൾപ്പെട്ട ഒരു പാർട്ടിയുമായി ജനതാ പാർട്ടിയുമായി എങ്ങനെയാണ് കൂട്ടുചേരേണ്ടി വന്നത്, അതിനുശേഷം
കോൺഗ്രസ് ഈ RSS നിർദ്ദേശപ്രകാരം ദീൻദയാൽ ഉപാധ്യായ നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥികളുടെ ചരിത്രമൊക്കെ പറഞ്ഞാണ് CPM അതിനെ പ്രതിരോധിക്കുന്നത്. പക്ഷെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്തുമ്പോൾ ഇത് അദ്ദേഹം പറയുന്നതും അദ്ദേഹം ചിത്രീകരിക്കുന്നതും ഇത് അറിയാതെ വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാം അത് കൃത്യമായി നിലമ്പൂർ മണ്ഡലത്തിലെ BJP വോട്ടുകൾ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു പ്രസ്താവനയായി തന്നെയാണ് കോൺഗ്രസ് അതിനെ വിലയിരുത്തുന്നത്. ഇനിയുള്ള മണിക്കൂറുകളിൽ ചർച്ചയാകുമെന്നവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഇത് പ്രചാരണത്തിൽ നേരിട്ട് ഈ വിവാദം നടക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യം കൂടിയാണ്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുപക്ഷെ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങൾ ഈ തലേ ദിവസമുള്ള പ്രചാരണത്തിൽ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്ന പരാമർശങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ നിശബ്ദ പ്രചാരണത്തിൽ ഇനി ഇത് ഏത് തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക? നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ് അതുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനങ്ങൾ മണ്ഡലത്തിന് പുറത്തുള്ള വാർത്താ സമ്മേളന നേതാക്കൾ ഈ ഒരു നിലപാട് പ്രഖ്യാപനത്തിൽ ഉപയോഗിച്ചത്. MV ഗോവിന്ദനും VD സതീശനും രണ്ടുപേരും തിരുവനന്തപുരത്താണുള്ളത്. രണ്ടുപേരും ഈ വാർത്താ സമ്മേളനത്തിൽ സ്വാഭാവികമായും വോട്ടർമാർ ലക്ഷ്യമിട്ടുള്ള പ്രചരണം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് വീടുകൾ കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്നവർക്ക് എല്ലായിടത്തും എത്തിക്കാൻ കഴിയില്ല. ഈ ഒരു വിവാദവും ഇങ്ങനെ MV ഗോവിന്ദൻ പറഞ്ഞ കാര്യവും അതിന് ഉള്ള മറുപടികളും ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിലമ്പൂരിന്റെ വോട്ടർമാർക്കിടയിൽ എത്തണമെങ്കിൽ വാർത്താ സമ്മേളനമാണ് ഒരു പോംവഴി. അതുകൊണ്ടാണ് അവർ ഇത്തരം ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ആ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം തങ്ങൾക്ക് എതിരായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ഇതിലൂടെ മറികടക്കാമെന്ന പ്രതീക്ഷയാണ് UDF ക്യാമ്പിനുള്ളത്. എന്നാൽ ഇടതുമുന്നണിയാകട്ടെ ഒരു തരത്തിലും ഇത് തങ്ങളെ ബാധിക്കില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. MV ഗോവിന്ദൻ പറഞ്ഞത് നിലമ്പൂർ ജനങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. ജമാഅത്തെ ഇസ്ലാമിയുള്ള കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ട് മറയ്ക്കാനാണ് ഇപ്പോൾ ഇത്തരം ഒരു പ്രചരണം, അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ആഘാതം മറികടക്കാനാണ് ഇത്തരം ഒരു CPM RSS ബന്ധമുണ്ടായിരുന്നു എന്ന തന്റെ വാക്ക് വളച്ചൊടിച്ചുകൊണ്ട പ്രതികരണം എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ആരോപിക്കുന്നത്. ഏതായാലും ജനങ്ങളിലേക്ക് എങ്ങനെ വിലയിരുത്തുമെന്ന കാര്യം അറിയേണ്ടതുണ്ട്. മാത്രമല്ല BJPയുടെ വോട്ട് എങ്ങോട്ടേക്ക് പോകുമെന്ന കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതുമാണ്. അതും വളരെ നിർണായകവുമാണ്. BJPക്ക് കഴിഞ്ഞ കിട്ടിയ വോട്ടുകൾ അവിടെ കിട്ടാതെ പോവുകയോ അത് ആരിലേക്ക് പോകുമോ എന്ന കാര്യം, അല്ലെങ്കിൽ അത് ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ അത്ര പ്രചരണം BJPക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ BJPയിലെ വോട്ടുകൾ ആരും പോൾ ചെയ്യപ്പെടുന്നില്ല എന്ന വിലയിരുത്തൽ സാധ്യതയില്ലാതെ വിലയിരുത്തലുണ്ട്. ഇനി അങ്ങനെയല്ല, അത് പോൾ ചെയ്യപ്പെട്ടാൽ തന്നെ അത് പൂർണ്ണമായും BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുന്നണികൾക്ക് പോകുമോ, ഇടതു മുന്നണിക്കോ അല്ലെങ്കിൽ UDFനോ പോകുമോ എന്ന കാര്യമൊക്കെ വളരെ നിർണായകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ വോട്ടും നിർണായകമാണ് മണ്ഡലത്തിൽ. അത് വർഗീയ വോട്ടുകൾ വേണ്ട എന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും സ്ഥാനാർത്ഥിയും ഒക്കെ പറയുമ്പോഴും ഓരോ വോട്ടും നിർണായകമാണ്. അത് എവിടെ നിന്നൊക്കെ സമാഹരിക്കാമെന്ന തന്ത്രം തന്നെയാണ് ഈ അവസാന മണിക്കൂറുകളിലും രാഷ്ട്രീയ പാർട്ടികൾ പയറ്റുന്നത്. സ്ഥാനാർത്ഥികൾ ഈ നിശബ്ദ പ്രചരണ ദിവസവും രാവിലെ മുതൽ ഇപ്പോൾ ശക്തമായ മഴയുണ്ട് മണ്ഡലത്തിൽ. പക്ഷേ അതൊക്കെ മറികടന്നത് കൊണ്ട് സ്ഥാനാർത്ഥികൾ രാവിലെ മുതൽ പ്രചരണ സജീവമാണ്. ഇങ്ങനെ മണ്ഡലത്തിന് പുറത്തു നിന്നുകൊണ്ട് നേതൃത്വവും ഈ പ്രചരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. VV അരുൺ വിവരങ്ങൾ നൽകുന്നത്.